ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും CSCB-യുടെയും എക്സാമൊക്കെ വരുന്നുണ്ട്. എക്സാമിന് ഒരു മാസം മുൻപ് പഠിച്ചാൽ ഒന്നും ആവത്തില്ല. അപ്പം നമുക്ക് നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങാം. കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോപ്പറേഷൻ, അതിൻ്റെ ഒറിജിൻ, മീനിങ്, ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്, സ്ലോഗൻ, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കോപ്പറേഷൻ എന്ന വേർഡ് ഉത്ഭവിച്ചത് ലാറ്റിൻ വേർഡായ കോ ഒപ്പരാരി എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വർക്കിംഗ് ടുഗദർ. കോപ്പറേഷൻ മീൻസ് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. കോപ്പറേഷൻ്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സഹകരണം എന്ന ആശയത്തെ മുന്നോട്ട് നയിക്കുന്ന ഗൈഡിംഗ് പ്രിൻസിപ്പിള് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. പരസ്പര സഹായത്തിലൂടെ സ്വയം സഹായം. കോപ്പറേഷൻ്റെ സ്ലോഗൻ എന്നറിയപ്പെടുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ കോപ്പറേഷൻ എന്ന വേർഡ് ഉത്ഭവിച്ചത് ലാറ്റിൻ വേർഡായ കോ ഒപ്പറാരി എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വർക്കിംഗ് ടുഗദർ. കോപ്പറേഷൻ്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. കോപ്പറേഷൻ്റെ സ്ലോഗൻ എന്നറിയപ്പെടുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. കോപ്പറേഷനെ കുറിച്ച് ആദ്യമായിട്ട് നിർവഹിച്ചത് പഞ്ചാബിലെ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറായ എച്ച് കാൽവേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ: കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെയർ ഇൻ പേഴ്സൺസ് വോളണ്ടറി അസോസിയേറ്റ് ടുഗദർ as human beings on the basis of equality for the promotion of economic interest of themselves. സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ ഉന്നമനത്തിനായി വ്യക്തികൾ മനുഷ്യരെന്ന സമഭാവനയുടെ അടിസ്ഥാനത്തിൽ സ്വയം സംഘടിക്കുകയും ഭരണം ജനാധിപത്യ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുകയും ചെയ്യുന്ന സംഘടനയാണ് സഹകരണം. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട നിർവചനം ICAയുടേതാണ്. എ കോപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വോളണ്ടറി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ത്രൂ ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. കോപ്പറേഷനെ പറ്റി അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവായ സർ ഹൊറേസ് പ്ലങ്കറ്റ് പറയുന്നത് കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ: വോളണ്ടറി അസോസിയേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, ഇക്വാളിറ്റി, സർവീസ് മോട്ടീവ്, ലെസ് സ്ട്രെസ് ഓൺ പ്രോഫിറ്റ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഓപ്പൺ മെമ്പർഷിപ്പ്, ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ: 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, മോറൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്: ഡെവലപ്മെൻറ്റ് ഓഫ് വോൾ സൊസൈറ്റി, എലിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഡെവലപ്പ് സെൽഫ് ഹെൽപ്പ്, ഇൻക്രീസ് ലിവിങ് സ്ട്രെങ്ത് തുടങ്ങിയവയാണ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സിലുള്ളത് ഇൻക്രീസ് ഇൻകം, അബോളിഷ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, എലിമിനേറ്റ് മിഡിൽമെൻ ഫ്രം ബിസിനസ്, ഇൻക്രീസ് വെൽത്ത് ഓഫ് സൊസൈറ്റി. മോറൽ ഒബ്ജക്റ്റീവ്സ്: കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, പ്രൊമോട്ട്സ് മ്യൂച്വൽ ഹെൽപ്പ്, പ്രൊമോട്ട് എത്തിക്കൽ വാല്യൂസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്: ആദ്യമായി സഹകരണ തത്വങ്ങൾ രൂപീകരിച്ചത് റോക്കഡേൽ പൈനേഴ്സ് എന്ന സ്ഥാപനമാണ് 1844.
ഇന്ന് നിലവിലുള്ള 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 ICA അംഗീകരിച്ചതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത് 4 ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ്. ആദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചത് റോക്ക്ഡെയിൽ പൈനേഴ്സ് എന്ന സ്ഥാപനമാണ് 1844. അത് അവരുടെ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിച്ചതായിരുന്നു. അത് റോക്ക്ഡെയിൽ തത്വങ്ങൾ എന്നും അറിയപ്പെടുന്നു. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ടു മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ട്രാൻസാക്ഷൻസ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. 1934 ICA അന്നത്തെ കാലത്ത് പ്രായോഗികമായ പ്രിൻസിപ്പിൾസ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. 1937 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ റിപ്പോർട്ടിൽ റോക്ക്ഡെയിൽ പൈനേഴ്സ് തത്വങ്ങളെ 2 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. തത്വങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. 4 എണ്ണത്തിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിളായും 3 പ്രിൻസിപ്പിൾസിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളായും തരംതിരിച്ചു. 1964 വീണ്ടും ICA DG കാർവെയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 6 എണ്ണമായി. 1. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. 1964 ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത് കാർവേസ് പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. വീണ്ടും 1992 ടോക്കിയോയിൽ വെച്ച് നടന്ന ICA കോൺഗ്രസിൽ ഡോക്ടർ ഇവാൻ മാക് പേഴ്സൺ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്നത്തെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് രൂപം കൊണ്ടത്. ആ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്: 1. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, 2. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, 3. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, 4. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, 5. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, 6. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, 7. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കണം. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് 4ാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്, 7ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് തന്നെ അത് പഠിക്കണം. 1995 ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 7th കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രീസ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്